നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയ്ക്കും അതിനു മുന്നോടിയായുള്ള സൗഹൃദ മത്സരങ്ങൾക്കും വേണ്ടി ബ്രസീൽ ടീമിന്റെ ട്രെയിനിങ് ക്യാമ്പ് ആരംഭിച്ചു കഴിഞ്ഞു. 26 സ്ക്വാഡിലെ 17 താരങ്ങളും ഇപ്പോൾ ടീം ക്യാമ്പിലെത്തി അവരുടെ പരിശീലനം ആരംഭിച്ചു. ഇന്നലെ ആദ്യത്തെ ട്രെയിനിങ് സെഷൻ അവർ നടത്തുകയുണ്ടായി. വിശദമായ റിപ്പോർട്ട് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ പുറത്തുവിടുന്നുണ്ട്. നമുക്കറിയാം, കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായിട്ട് ബ്രസീലിന് 2 അന്താരാഷ്ട്ര സൗഹൃദ മത്സരങ്ങളാണുള്ളത്. ഒന്ന് മെക്സിക്കോക്കെതിരെയും മറ്റൊന്ന് USA-ക്കെതിരെയുമാണ്. ഏതായാലും ഡൊറിവാൾ ജൂനിയർ ടീമിലേക്ക് വിളിച്ചിട്ടുള്ള 26 താരങ്ങളിൽ 17 പേരും എത്തി. അവരെ വെച്ച് ലൈറ്റ് വർക്കുകളാണ് ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ നടത്തിയിട്ടുള്ളത്. ഇതിൽ ഈ വന്നിട്ടുള്ള 17 താരങ്ങളിൽ 16 പേരും ട്രെയിനിങ് നടത്തുകയുണ്ടായി. ട്രെയിനിങ് നടത്താതിരുന്നത് ഡിഫൻഡർ ഗബ്രിയൽ മഗലസ് മാത്രമാണ്. അദ്ദേഹത്തിന് റൈറ്റ് ഷോൾഡറിന് ഒരു ഇഞ്ചുറി ഉണ്ട്. പക്ഷെ അത് ടീമിൽ നിന്ന് പുറത്താവുന്ന തരത്തിലുള്ളതല്ല. അദ്ദേഹം റിക്കവർ ചെയ്തു വരുന്നുണ്ട്. ഏതായാലും താരങ്ങളെല്ലാവരും ഇൻക്ലൂഡിങ് ലൂക്കാസ് പക്വറ്റ, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അദ്ദേഹം അടക്കം ഇപ്പോൾ ട്രെയിനിങ് ക്യാമ്പിൽ എത്തുകയും അദ്ദേഹം ആ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി തിങ്കളാഴ്ച 4 താരങ്ങൾ കൂടി ടീമിനോടൊപ്പം ചേരും. അതായത് ബ്രസീലിയൻ ലീഗിൽ കളിക്കുന്ന താരങ്ങൾക്ക് കുറച്ച് സമയം കൊടുത്തായിരുന്നു. അവർ തിങ്കളാഴ്ചയോടുകൂടി ടീമിനോടൊപ്പം ചേരും. അത് നമുക്കറിയാം, ബ്രസീലിൽ ലീഗ് പുരോഗമിക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സമയം കൊടുക്കുന്നത്. അതുപോലെ തന്നെ മിഡ്ഫീൽഡർ എഡേഴ്സൺ, അറ്റ്ലാന്റയുടെ താരം, അദ്ദേഹവും തിങ്കളാഴ്ചയായിരിക്കും ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുക. പിന്നെ ബുധനാഴ്ചയായിരിക്കും 26 താരങ്ങളും എത്തി ടീം കംപ്ലീറ്റ് ആവുക. അത് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്ന ബ്രസീലിൻ്റെ താരങ്ങളുണ്ടല്ലോ, എദർ മിലിറ്റാവോ, റോഡ്രിഗോ, വിനി, ഇവർ 3 പേരും റയൽ മാഡ്രിഡിന് വേണ്ടി ഫൈനൽ കളിക്കാനുള്ളവരാണ്. ആ ഫൈനൽ നടക്കുന്നത് നാളെയാണ്. അത് കഴിഞ്ഞ് ബുധനാഴ്ചയാണ് അവർ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുക എന്നുകൂടി ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്രസീലിൻ്റെ ഈ ഒരു കോപ്പ അമേരിക്കയ്ക്കുള്ള സ്ക്വാഡ് നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. ഗോൾ കീപ്പർമാരായിട്ട് ലിവർപൂളിൻ്റെ ആലിസൺ ബെക്കർ, അത്ലറ്റിക്കോ പാരനീസിൻ്റെ ബെൻഡോ, സാവോപോളോയുടെ റഫേൽ. നമുക്കറിയാം, എഡേഴ്സിനാണ് ആദ്യം സ്ക്വാഡിലേക്ക് എടുത്തത്. ഇതിന് പരിക്ക് പറ്റിയതുകൊണ്ടാണ് റഫേലിനെ വിളിക്കേണ്ടി വന്നത്. ഫുൾ ബാക്കുമാരായിട്ട് ഡാനിലോ, യാൻഗൂട്ടോ, അതുപോലെ ഗുയർമെ അരാന, പിന്നെ വെൻഡൽ എന്നിവരുണ്ട്. ഡിഫൻഡർമാരായിട്ട്, അത് സെൻറ്റർ ബാക്കുമാരായിട്ട് ബെറാൽഡോ, ബ്രമർ, എദർ മിലിറ്റാവോ, ഗബ്രിയൽ മെഗല്ലസ്, മാർക്കിഞ്ഞോസ് എന്നിവരാണുള്ളത്. ബ്രമറെ പിന്നീട് 26 അംഗ സ്ക്വാഡ് എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ആഡ് ചെയ്തതാണ്. മിഡ്ഫീൽഡർമാരായിട്ട് ആൻഡ്രിയസ് പെരീര, ബ്രൂണോ ഗുയിമാരസ്, ഡഗ്ലസ് ലൂയിസ്, എഡേഴ്സൺ, അറ്റ്ലാന്റയുടെ എഡേഴ്സൺ, അദ്ദേഹത്തെയും 26 അംഗ സ്ക്വാഡ് വന്നപ്പെടുത്തതാണ്. ദെൻ വോൾവർഹാംപ്റ്റന്റെ ജാവോ ഗോമസ്, വെസ്റ്റ് ഹാം യുണൈറ്റഡിന്റെ ലൂക്കാസ് പക്വേറ്റ. മുന്നേറ്റ നിരയിൽ എൻട്രിക്ക്, പാൽമറാസിന്റെ എൻട്രിക്ക്, FC പോർട്ടോയുടെ ഇവാനിൽസൺ, ആഴ്സണലിന്റെ ഗബ്രിയൽ മാർട്ടിനല്ലി, FC പോർട്ടോയുടെ പെപ്പെ, ബാഴ്സലോണയുടെ റാഫീഞ്ഞ, റയൽ മാഡ്രിഡിന്റെ റോഡ്രിഗോ, ജിറോണയുടെ സാവിഞ്ഞോ, അതുപോലെ റയൽ മാഡ്രിഡിന്റെ വിനി ജൂനിയർ. ഇതാണ് ബ്രസീലിന്റെ സ്ക്വാഡ്. മികച്ച സ്ക്വാഡ് തന്നെയാണ്. നിലവിൽ ഫോമിലുള്ള താരങ്ങളെയാണ് കോച്ച് ഡൊറിവാൾ ജൂനിയർ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നർത്ഥം. ബ്രസീൽ അടുത്ത കോപ്പ അമേരിക്കയ്ക്കായിട്ടുള്ള പടയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞു. ഒർലാൻഡോയിലാണ് അവരുടെ ക്യാമ്പുള്ളത്. ഇനി അവരുടെ അടുത്ത മത്സരം വരുന്നത് ജൂൺ 9 പുലർച്ചെ ഇന്ത്യൻ സമയം 6 മണിക്ക് മെക്സിക്കോക്കെതിരെ സൗഹൃദ മത്സരമാണ്. അതിനുശേഷം ജൂൺ 13 പുലർച്ചെ ഇന്ത്യൻ സമയം 4:30 ബ്രസീൽ USA-ക്കെതിരെയും സൗഹൃദ മത്സരം കളിക്കും. അതിനുശേഷം കോപ്പ അമേരിക്കയിൽ ആദ്യ മത്സരം വരുന്നത് ജൂൺ 25 രാവിലെ ഇന്ത്യൻ സമയം 6:30 കോസ്റ്റാറിക്കയ്ക്കെതിരെ അവരുടെ ആദ്യ മത്സരം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.